വിശുദ്ധ കൊച്ചു ത്രേസ്യ എല്ലാവർക്കും ഇഷ്ടമാണ്. 24 വയസ്സ് വരെ ജീവിച്ചിരുന്നുള്ളൂ. ഒരു മിണ്ടാമടത്തിന് ഉള്ളിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ച ഒരു വിശുദ്ധ. വിശുദ്ധയുടെ ജീവിതം ഒന്ന് ധ്യാനിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ വിശുദ്ധരായി തീരുമെന്നുള്ളതാണ്. വിശുദ്ധ പറയുന്നത് വിശുദ്ധരാകാൻ, വിശുദ്ധരായി തീരാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ കാര്യങ്ങൾ അത് സ്നേഹത്തോടെ ചെയ്യാൻ ശ്രമിച്ചാൽ ജീവിതം വിശുദ്ധമായി തീർന്നു. കുടുംബത്തിൽ ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു ഗ്ലാസ് പച്ചവെള്ളം നിറഞ്ഞ മനസ്സോടെ നൽകിയാൽ നിങ്ങൾ വിശുദ്ധരായി തീർന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ പലപ്പോഴും ബലഹീനരാ, അതിന് പോലും നമുക്ക് പറ്റാറില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം ദൈവം നമുക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങളപ്പം. വിശുദ്ധ കൊച്ചു ത്രേസ്യ പറയുന്ന ഒരു കാര്യം ഇതാണ്: എല്ലാം സ്നേഹത്തിൽ നിറച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീട്ടിലെ കൊച്ചും ചെറുതും വലുതുമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നതാണോ, സ്നേഹത്തോടെ ചെയ്യാൻ ശ്രമിക്കുക. പഠിക്കുന്നതാണോ, സ്നേഹത്തോടെ പഠിക്കാൻ ശ്രമിക്കുക. ഈ വചനകൂടാരത്തിൽ ഇനി 5 ദിവസങ്ങൾ ഇരിക്കുന്നതാണോ, സ്നേഹത്തോടെ ഒന്ന് ഇരുന്ന് കൊടുക്കുക. ദൈവം നിങ്ങളെ വിശുദ്ധരാക്കി മാറ്റും. അപ്പോൾ ഈ 5 ദിവസങ്ങളിൽ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എന്തായിരിക്കണം എന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുക. ഇന്നലെ മുതൽ മനസ്സിലിങ്ങനെ ചിന്തിച്ചു തുടങ്ങി. ഇന്നലെ ഈ റീജിയനിലുള്ള ബിഷപ്പുമാരുടെ ഒരു മാസധ്യാനത്തിൻ്റെ സമയമൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ ദേവാലയത്തിലായിരുന്നപ്പോഴാണ് എന്തൊക്കെയാണ് പറയേണ്ടത് എന്നുള്ളൊരു തെളിച്ചം എനിക്ക് കിട്ടിയത്. കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുക. കൊച്ചു ത്രേസ്യയിൽ നിന്നും നമുക്ക് ആരംഭിക്കാം. കൊച്ചു ത്രേസ്യ ഒരിക്കൽ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്: ഉണ്ണീശോയുടെ കയ്യിലെ ഒരു കളിപ്പാട്ടമായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൊച്ചുണ്ണീശോയുടെ കരങ്ങളിലെ ഒരു കളിപ്പാട്ടം. എന്നിട്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യ എഴുതി വച്ചിരിക്കുക: ഉണ്ണീശോയുടെ കരങ്ങളിലെ ഒരു കൊച്ചു പന്തായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളെ നമുക്കറിയാം, ഒരു പന്ത് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത്? നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ കിട്ടിയ പന്തോ അല്ലെങ്കിൽ ഒരു കൊച്ചു കളിപ്പാട്ടോ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആദ്യം അതൊന്ന് ചങ്കോടൊന്ന് ചേർത്ത് പിടിക്കും, അല്ലേ? കൊച്ചു ത്രേസ്യ പറഞ്ഞതിൻ്റെ അർത്ഥം അതാ: ഞാൻ ഈശോയുടെ കയ്യിലെ ഒരു കൊച്ചു കളിപ്പാട്ടമായി മാറിയിരുന്നെങ്കിൽ ഈശോ എന്നെ ചങ്കോട് ചേർത്ത് പിടിക്കും. ഒരു ബോളാണ് ലഭിക്കുന്നതെങ്കിൽ ആദ്യം ചങ്കോട് ചേർത്ത് പിടിച്ച് ഒരു ഉമ്മയൊക്കെ വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ എന്താ ചെയ്യുന്നത്? ആ ബോളെടുത്ത് അങ്ങോട്ട് വലിച്ചെറിയും. പിന്നെ ആ ബോളിനെ അങ്ങോട്ട് കാലുകൊണ്ട് അങ്ങ് തട്ടി മുകളിലേക്ക് ഉയർത്തും. പിന്നെ കുറേ നേരം അതിൻ്റെ കൂടെ കുറേ മൽപ്പിടുത്തങ്ങൾ നടത്തും. കളിപ്പാട്ടങ്ങൾ അങ്ങനെയാണല്ലോ നമ്മൾ. പിന്നെ നമ്മളങ്ങ് മടുക്കുമ്പോൾ എന്ത് ചെയ്യും? അതെവിടെയെങ്കിലും കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഏതെങ്കിലും മൂലയിലേക്ക് അങ്ങ് വലിച്ചെറിയും. കൊച്ചു ത്രേസ്യ പുണ്യവതി പറയുന്ന ഇതാണ്: ഒരു ക്രൈസ്തവൻ്റെ ജീവിതം ഇതായിത്തീരണം. ഈശോ ചില അവസരങ്ങളിൽ ചങ്കോട് ചേർത്ത് പിടിക്കും. നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങളില്ലേ? ഈശോ നമ്മുടെ നെറ്റിയിൽ മുത്തം വെച്ച് നമ്മളെ അനുഗ്രഹിച്ച് തൻ്റെ ചങ്കോട് ചേർത്ത് പിടിച്ച് പൊതിഞ്ഞു പരിപാലിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ ചില നിമിഷങ്ങളിൽ നമ്മൾ മുറിപ്പെട്ട നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ലേ? നമ്മൾ പതറിപ്പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ലേ? ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ആരും എന്നെ അംഗീകരിക്കുന്നില്ല, ആരും എന്നെ ഒന്നും മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കാണില്ലേ? ഇന്നിവിടെ നിരാശയിൽ കടന്നു വന്നിരിക്കുന്ന വ്യക്തികൾ ഉണ്ടാകില്ലേ? ജീവിതം മടുത്തു, എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ മിണ്ടാമടത്തിലാണ് എല്ലാ ദിവസവും കുർബാന ചൊല്ലുന്നത്. ഇന്ന് കുർബാന കഴിഞ്ഞ് എൻ്റെ പ്രാർത്ഥനകളുമായിട്ട് ഞാൻ നിന്ന്, അവിടുത്തെ അമ്മമാരകത്തുനിന്ന് പുറത്തേക്ക് വരില്ലല്ലോ, ഞാൻ പള്ളിയുടെ കഥകളൊക്കെ അടയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്ന കണ്ടു. അദ്ദേഹം കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് കാണുക. ആ മനുഷ്യൻ എന്നിട്ട് പറഞ്ഞു, ഒന്ന് തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുമോ? എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, മടുത്തു. കുറേ കാര്യങ്ങൾ ചെയ്തു, വിദേശത്തായിരുന്നു, ഇവിടെ വന്നു, ഇനി മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഒന്നും. ഇങ്ങനെ തകർന്ന മനസ്സിൻ്റെ ഉടമകളായ പലരും ഉണ്ടാകില്ലേ? ദൈവമില്ല എന്ന് കടന്നു പോകുന്ന, ദൈവം മറന്നു എന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ടായി കാണില്ലേ? ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, ജീവിതത്തിൻ്റെ ഭാഗമാണ്.
അവിടെ കൊച്ചു ത്രേസ്യ പുണ്യവതി പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം ഇതാ: ഈശോയുടെ കല്യയിലെ കളിപ്പന്തായി തീരണമെന്ന് പറയുന്നതിലൂടെ വിശുദ്ധ കൊച്ചു ത്രേസ്യ പറയുന്നത് കംപ്ലീറ്റ് ടോട്ടൽ സറണ്ടറാ. നിനക്കിഷ്ടമുള്ളത് ചെയ്തോ. കളിപ്പാട്ടത്തിന് പറയാൻ പറ്റുമോ? പഴയ നിയമത്തിൽ പ്രവാചകനിലൂടെ കളിമണ്ണിനെ കുറിച്ച് പറയുന്നുണ്ട്. കളിമണ്ണ് കുശവനോട് എന്തെങ്കിലും പറയുമോ? എന്തെങ്കിലും ചോദിക്കുമോ? ഇല്ല. കുശവന് ഇഷ്ടമുള്ളതാ ചെയ്യുക. അവൻ ചിലപ്പോൾ കുഴയ്ക്കും, അവൻ കരങ്ങളിൽ എടുക്കും, അവൻ കാലുകൊണ്ട് ചവിട്ടി മെതിക്കും. അവന് ഇഷ്ടമുള്ളതാ ഉണ്ടാക്കിയെടുക്കുക. ഈ 5 ദിവസങ്ങളിൽ നമുക്കുണ്ടായിരിക്കേണ്ട ആദ്യത്തെ മനോഭാവം അതാണ്: ജീസസ്, ഐ സറണ്ടർ മൈസെൽഫ് ടോട്ടലി കംപ്ലീറ്റ്ലി ടു യു, ഓ മൈ ലോർഡ്. നിന്നിലേക്ക് എന്നെ പൂർണ്ണമായി എല്ലാം ഒന്ന് ഉപേക്ഷിച്ച്, എല്ലാം ഒന്ന് മറന്നേ. ഇപ്പം അവധിക്കാലമല്ലേ, ആകുലതകളുണ്ടാകാം. പരീക്ഷയെക്കുറിച്ചുള്ള ആകുലതകളാകും, കുടുംബത്തെക്കുറിച്ചുള്ള ആകുലതകളാകും, മക്കളെക്കുറിച്ചുള്ള ആകുലതകളാകാം, രോഗാവസ്ഥയിൽ കഴിയുന്ന അവസ്ഥകളാകാം, സാമ്പത്തിക ക്ലേശങ്ങളാകാം, ഇനി മുന്നോട്ട് എങ്ങനെയെന്ന് അറിയാൻ മേലാത്ത തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുന്ന നിമിഷങ്ങളാകാം. ഈശോയുടെ കരങ്ങളിലേക്ക് നീ ഒന്ന് പൂർണ്ണമായി ഒന്ന് വിട്ടുകൊടുത്തേ. ഈശോ നിന്നെ വാർത്തെടുക്കും, ഈശോയ്ക്ക് ഇഷ്ടമുള്ള പോലെ. അതാണ് കൊച്ചു ത്രേസ്യ പുണ്യവതി നമ്മോട് ആദ്യമായിട്ട് പറയുന്ന കാര്യം. ഈ 5 ദിവസം എല്ലാം മറക്കുക, ഈശോയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് അവിടുത്തെ കേൾക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. രണ്ടാമത്തെ ഒരു മനോഭാവം നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ തിരുവചനമാണ്. സ്നാപകയോഹന്നാൻ തൻ്റെ 2 ശിഷ്യന്മാരോട് പറയുക, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ചൂണ്ടിക്കാണിച്ചു. ആ 2 ശിഷ്യന്മാർ സ്നാപകൻ്റെ ശിഷ്യന്മാരാ. നമ്മളാണേ പോകണ്ടെന്ന് പറയും, പക്ഷെ സ്നാപകൻ പറഞ്ഞു യഥാർത്ഥ കുഞ്ഞാട് അവനാ. ആ 2 ശിഷ്യന്മാർ അവനെ അനുഗമിക്കുന്നതായിട്ട് കാണുകയാണ്. ഈശോ തിരിഞ്ഞെന്ന് ചോദിച്ചു, നിങ്ങൾ എന്താ അന്വേഷിക്കുക? അവർ പറഞ്ഞു, റബ്ബി, നീ എവിടെയാ വസിക്കുക? കർത്താവ് അവരോട് പറയുകയാ, വന്ന് കാണുക. തിരുവചനം പറയുകയാ, അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കണ്ടു, അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. തിരുവചനം പറയുക, അത് 10-ാം മണിക്കൂറായിരുന്നെന്നാണ് പറയുക. ഈ കൂട്ടരുടെ പാരമ്പര്യമനുസരിച്ച് അത് നമ്മുടെ ചിന്തയുമായിട്ട് ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ സമയം നോക്കിയാൽ 4 മണി വൈകുന്നേരം. 10-ാം മണിക്കൂർ എന്ന് പറയുന്നത് അവരങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുക. അന്ന് രാത്രി മുഴുവനും ദൈവത്തോടു കൂടെ ആയിരുന്ന ശിഷ്യന്മാരെ കാണുകയാണ്. എന്നിട്ട് പിറ്റേന്ന് അവരിൽ ഒരുവൻ അന്ത്രയോസ് ആ വലിയ അനുഭവത്തിൽ നിന്നും ശക്തി സംഭരിച്ച് തൻ്റെ സഹോദരൻ ശെമയോൻ്റെ അടുത്ത് വന്നിട്ട് പറയുക, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടു. പറയുക മാത്രമല്ല, ഒരു കാര്യം ചെയ്തു, അവരെയും കൂട്ടിക്കൊണ്ടുവന്നു എന്ന തിരുവചനം പറയുക. വലിയ പ്രേക്ഷിത ചൈതന്യം ഉൾക്കൊണ്ടവരായി ഈ 5 ദിവസത്തിന് ശേഷം ഈ കൂടാരത്തിലായിരിക്കുന്ന നിങ്ങൾക്ക് മാറാൻ കഴിയണം. കേൾവിക്കാരായി മാറാനല്ല, കേൾവിയിൽ നിന്നും അത് വിശ്വാസമായി ബലപ്പെടണം, അത് സ്നേഹമായി ബലപ്പെടണം, അത് മറ്റുള്ളവരിലേക്ക് ഒഴുകണം, മറ്റുള്ളവരെ ദൈവ തിരുസന്നിധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി നമ്മൾ ഓരോരുത്തരും ഈ 5 ദിവസത്തിന് ശേഷം മാറ്റപ്പെടണം. എന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ വചനത്താൽ നിറഞ്ഞ് ആ വചനം ജീവിതത്തിലൂടെയും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുമ്പോൾ വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. യോഹന്നാൻ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഈ 10-ാം മണിക്കൂർ അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു മണിക്കൂറാണ്. എ ട്രാൻസ്ഫോർമേഷൻ നടന്ന സമയം എന്ന് പറയാം. ദൈവത്തെ കാണാനും ദൈവത്തെ കേൾക്കാനും ദൈവത്തെ കൂട്ടുപിടിക്കാനായിട്ടുള്ളൊരവസരം. ഈ 5 ദിവസം നിങ്ങൾക്കൊരു 10-ാം മണിക്കൂറായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. ദൈവത്തോട് കൂടെ ആയിരിക്കാനായിട്ടുള്ള ഒരു വിളി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുക. 3-ാമത്തെ മനോഭാവം,
യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 23-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുക: യേശു സ്നേഹിച്ചിരുന്ന ഒരു ശിഷ്യനുണ്ടായിരുന്നു. അവനെക്കുറിച്ച് പറഞ്ഞു വച്ചിരിക്കുന്നത് അവൻ ഈശോയുടെ വക്ഷസ്സിൽ ചാരിയിരുന്നു എന്ന് പറയുക, ഹൃദയത്തോട് ചേർന്നിരുന്നെന്നാണ് പറയുക. ഈ 5 ദിവസങ്ങൾ ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഈശോയുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് കേൾക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഈശോ നിങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കാൻ, ഒന്ന് ശാന്തമാകാൻ, ഒന്ന് നിശബ്ദമാകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഈശോയുടെ ഹൃദയത്തോട് യോഹന്നാൻ ചേർന്നിരുന്നപ്പോൾ പിന്നെ യോഹന്നാന് പറയാനായിട്ട് ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ: സ്നേഹം, സ്നേഹം, സ്നേഹം. അത്രയേ ഉള്ളൂ. ക്രൈസ്തവ ജീവിതം ഇതാ. സ്നേഹിക്കാൻ മറന്നുപോയവരായി നാം മാറിയിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം തിരിച്ചു പിടിക്കാൻ, സ്നേഹിക്കാനുള്ള ബലം അത് കൈമുതലാക്കാൻ, ലോകം സ്നേഹിക്കുന്ന പോലെയല്ല, ഈശോ കുരിശിൽ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ, ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ, മക്കളെ സ്നേഹിക്കാനുള്ള ബലം, കരുത്ത് അത് നേടിയെടുക്കണം ഈ 5 ദിവസം. അതിന് ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ, ആ ഹൃദയത്തോട് ഒട്ടി നിൽക്കാൻ നമുക്ക് കഴിയണം. അവസാനമായിട്ട് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ നാം കാണുന്നത് അപ്പോസ്തലന്മാർ ഏകമനസ്സായി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച ഒരു പെന്തക്കോസ്ത് അനുഭവം. ഈ 5 ദിവസം അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. ഒക്ടോബർ മാസം 1-ാം തീയതിയല്ലേ? കൊന്തമാസത്തിൻ്റെ മാസമായിട്ടാണ് ഈ ഒക്ടോബർ മാസത്തെ നാം കാണുക. പാരമ്പര്യമായിട്ട് ജപമാലകളെ ചൊല്ലിത്തീരുന്ന ഒരു ജപമാലയായി തീരാൻ നമുക്ക് കഴിയണം. വ്യക്തിപരമായിട്ടുള്ള ജപമാല, കുടുംബ ജപമാല, അങ്ങനെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ച് ഈശോയുടെ രഹസ്യങ്ങൾ, പ്രസംഗ രഹസ്യങ്ങൾ ധ്യാനിക്കുന്ന വ്യക്തികളായി ഞാൻ നിങ്ങളൊക്കെ മാറുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം അനുഭവിച്ചുകൊണ്ട് ആ അമ്മയുടെ മധ്യസ്ഥത്താൽ നിറഞ്ഞ് പ്രേക്ഷിത ചൈതന്യം ഉൾക്കൊണ്ടവരായി, ജ്വലിക്കുന്നവരായി, കെട്ടുപോയവരല്ല, ജ്വലിക്കണം, കത്തിപ്പടരണം. കെട്ടുപോയ ജീവിതത്തിൻ്റെ ഉടമകളാണോ ക്രൈസ്തവരായി നാം ഓരോരുത്തരും? ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? ജ്വലിക്കുന്നവരായി മാറണം. ഈശോയുടെ സ്നേഹത്തിന് വേണ്ടി, അവിടുത്തെ വചനത്തിന് വേണ്ടി ജ്വലിക്കുന്ന മിഷൻ ചൈതന്യമുള്ള ക്രൈസ്തവരായി നമുക്ക് മാറാൻ കഴിയണം. അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവാനുഗ്രഹം പൂർണ്ണമായും ഈശോയുടെ കരങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ വിട്ടുകൊടുത്തുകൊണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്തോളാൻ പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുത്ത് ഈശോയുടെ കൂടെയായിരുന്ന് അവിടുത്തെ ഹൃദയത്തോട് ഒട്ടിച്ചേർന്ന് പരിശുദ്ധ അമ്മയുടെ മേലങ്കിയാൽ പുതിയപ്പെട്ട് ഈ 5 ദിവസങ്ങൾ ഒരു വലിയ ഉത്സവമാക്കി മാറ്റാൻ, അങ്ങനെ ജീവിതം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന വചനത്തിൻ്റെ ഉത്സവമായി നിങ്ങളുടെ കുടുംബങ്ങളും നിങ്ങളുടെ ജീവിതങ്ങളുമൊക്കെ മാറട്ടെ. അതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.